എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 കമ്മ്യൂണിറ്റി കോട്ട അലോട്ട്മെൻറ്റിനായിട്ടുള്ള അപേക്ഷകൾ നാളെ അവസാനിക്കും. നാളെ എന്ന് പറയുമ്പോൾ ജൂൺ 21-ാം തീയതി വരെയാണ് നിലവിൽ ഡാറ്റ എൻട്രിക്കുള്ള ആ ഒരു ഡേറ്റ് നീട്ടിയിട്ടുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു +1ൻ്റെ ഈ ഒരു കമ്മ്യൂണിറ്റി കോട്ട പ്രവേശനം ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ തൊട്ടടുത്തുള്ള മാനേജ്മെൻറ്റ് സ്കൂളിൽ പോയിക്കൊണ്ട് നിങ്ങളുടെ പേര് രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. നിലവിൽ ജൂൺ 27-ാം തീയതി വരെയാണ് ആ ഒരു റാങ്ക് ലിസ്റ്റിൽ ഉള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അഡ്മിഷൻ നടത്താനുള്ള അവസാന തീയതി. എന്നാൽ വിദ്യാർത്ഥികൾ ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്ത ഒരു വിദ്യാർത്ഥി ആണെങ്കിൽ നിങ്ങളുടെ പേര് കമ്മ്യൂണിറ്റി കോട്ടയിലേക്കുള്ള അപേക്ഷ കൊടുക്കുന്നതിനായിട്ടുള്ള അവസരം വിദ്യാർത്ഥികൾക്ക് നാളെ വൈകുന്നേരം 5 മണി വരെയാണ്. അതായത് നിലവിൽ SSLCയുടെ സേ പരീക്ഷാ ഫലം പ്രസിദ്ധീകരിച്ചത് കാരണം സേ പരീക്ഷയുടെ ആ ഒരു പരീക്ഷ എഴുതി ജയിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് +1ൻ്റെ കമ്മ്യൂണിറ്റി കോട്ട അഡ്മിഷൻ നേടുന്നതിന് വേണ്ടി നിലവിൽ വിദ്യാഭ്യാസ വകുപ്പ് ഈ ഒരു കമ്മ്യൂണിറ്റി കോട്ടയുടെ ഡാറ്റ എൻട്രി ചെയ്യാനുള്ള അവസാന തീയതി നാളെ വൈകുന്നേരം 5 മണി വരെ ആയിട്ട് നീട്ടിയിട്ടുണ്ട്. അപ്പോൾ കമ്മ്യൂണിറ്റി കോട്ടയിൽ നിങ്ങൾ അഡ്മിഷൻ നേടാൻ താല്പര്യപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് ഇതുവരെ അപേക്ഷ സമർപ്പിക്കാതിരുന്ന വിദ്യാർത്ഥികൾ നിങ്ങൾ രാവിലെ തന്നെ പോയിട്ട് നിങ്ങളുടെ കമ്മ്യൂണിറ്റി കോട്ടയിലേക്കുള്ള അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. അപ്പോൾ മാനേജ്മെൻറ്റ് സ്കൂളുകളിലാണ് ഈ ഒരു കമ്മ്യൂണിറ്റി കോട്ട സീറ്റ് ഉണ്ടാവുക. അപ്പോൾ കമ്മ്യൂണിറ്റി കോട്ട സീറ്റിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻ നേടാവുന്നതാണ്. അപ്പോൾ നാളെ വൈകുന്നേരം 5 മണി വരെയാണ് ഈ ഒരു രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇത്ര മാത്രമാണ്. അതായത് നിങ്ങൾക്ക് ഏതെങ്കിലും മാനേജ്മെൻറ്റ് സ്കൂളുകളിലാണ് ഈ ഒരു സീറ്റ് ഉണ്ടാവുള്ളൂ. അല്ലാതെ ഗവൺമെൻറ് സ്കൂളിൽ ഈ ഒരു കമ്മ്യൂണിറ്റി കോട്ട സീറ്റ് ഉണ്ടാവുന്നതല്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഏത് സ്കൂളിലാണോ കമ്മ്യൂണിറ്റി കോട്ടയിൽ അഡ്മിഷൻ നേടാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു സ്കൂളിൽ നിങ്ങൾ നാളെ വൈകുന്നേരം 5 മണിക്ക് മുമ്പായിട്ട് പോയിട്ട് കമ്മ്യൂണിറ്റി കോട്ടയുടെ ആപ്ലിക്കേഷൻ ഫോം വാങ്ങിക്കുക. അതിനുശേഷം ഫില്ല് ചെയ്യുക, കൊടുക്കുക. അതുപോലെ തന്നെ ചിലപ്പോൾ അവിടെ വേക്കൻസീസ് ഉണ്ട്. ഈ ഒരു അപേക്ഷിച്ച വിദ്യാർത്ഥികൾ വളരെ കുറവാണെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് പോയാൽ തന്നെ അവിടെ അഡ്മിഷൻ കിട്ടും. അപ്പോൾ നാളെ വൈകുന്നേരം 5 മണി വരെയാണ് വിദ്യാർത്ഥികൾക്ക് കമ്മ്യൂണിറ്റി കോട്ടയിൽ അഡ്മിഷൻ നേടാനുള്ള സൗകര്യമുള്ളത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, കമ്മ്യൂണിറ്റി കോട്ടയിൽ ട്രാൻസ്ഫർ ഒന്നും ഉണ്ടാവുന്നതല്ല. നിങ്ങൾക്ക് ആ ഒരു കിട്ടിയിട്ടുള്ള സീറ്റിൽ അഡ്മിഷൻ എടുക്കാം എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന സീറ്റ് നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സാണ് എങ്കിൽ, ഇപ്പോൾ കമ്മ്യൂണിറ്റി കോട്ടയിൽ എനിക്കിപ്പോൾ പഠിക്കാൻ താല്പര്യം ബയോളജി സയൻസ് ആണെങ്കിൽ എനിക്ക് കമ്മ്യൂണിറ്റി കോട്ടയിൽ ബയോളജി സയൻസ് കിട്ടുമെങ്കിൽ ജോയിൻ ചെയ്യാം. അതേ രീതിയിൽ നിങ്ങൾക്ക് ഏത് കോഴ്സാണോ പഠിക്കാൻ താല്പര്യം അതിനനുസരിച്ച് വിദ്യാർത്ഥികൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് കമ്മ്യൂണിറ്റി കോട്ടയിൽ കിട്ടുമെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ കമ്മ്യൂണിറ്റി കോട്ടയിലേക്കുള്ള അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതിയാണ് നാളെ വരെ നീട്ടിയിട്ടുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് കമ്മ്യൂണിറ്റി കോട്ടയിൽ ഇതുവരെ അപേക്ഷ സമർപ്പിക്കാതിരിക്കുന്ന വിദ്യാർത്ഥികൾ ഉണ്ട് എങ്കിൽ, നിങ്ങൾക്ക് അപേക്ഷിക്കണമെന്ന് താല്പര്യമുണ്ട് എങ്കിൽ നാളെ വൈകുന്നേരം, അതായത് ജൂൺ 21-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് മുമ്പായിട്ട് തന്നെ വിദ്യാർത്ഥികളുടെ കമ്മ്യൂണിറ്റി കോട്ട സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനായിട്ടുള്ള ഡാറ്റ എൻട്രി ചെയ്യുന്നതിലേക്കായിട്ട് നിങ്ങളുടെ അപേക്ഷകൾ നൽകേണ്ടതാണ്. അപ്പോൾ കമ്മ്യൂണിറ്റി കോട്ടയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സിൽ സീറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ നാളെ തന്നെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ വേക്കൻസി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നാളെ തന്നെ അവിടെ അഡ്മിഷൻ കിട്ടുന്നതായിരിക്കും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, മാനേജ്മെൻറ്റ് സ്കൂളുകളിലാണ് ഈ ഒരു കമ്മ്യൂണിറ്റി സീറ്റ് ഉണ്ടാവുള്ളൂ. അല്ലാതെ ഗവൺമെൻറ് സ്കൂളിൽ കമ്മ്യൂണിറ്റി സീറ്റ് ഉണ്ടാവുന്നതല്ല. അപ്പോൾ അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ഓൾറെഡി കമ്മ്യൂണിറ്റി കോട്ടയിൽ അഡ്മിഷൻ നേടിയ വിദ്യാർത്ഥികൾക്ക് ആ ഒരു കമ്മ്യൂണിറ്റി കോട്ടയിൽ വേക്കൻസി ഉണ്ട് എങ്കിൽ മറ്റൊരു കോഴ്സിലേക്ക് മാറുന്നതിനായിട്ടുള്ള സൗകര്യമുണ്ട്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ നിങ്ങളുടെ സ്കൂളിലെ പ്രിൻസിപ്പാളിനോട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു കമ്മ്യൂണിറ്റി കോട്ടയിൽ തന്നെ മറ്റൊരു കോഴ്സിലേക്ക് വേക്കൻസി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലേക്ക് അഡ്മിഷൻ തരുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ കമ്മ്യൂണിറ്റി കോട്ടയിൽ അപേക്ഷ നൽകാത്ത വിദ്യാർത്ഥികൾ ആണെങ്കിൽ നിങ്ങൾ നാളെ തന്നെ, അതായത് ജൂൺ 21-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് മുമ്പായിട്ട് തന്നെ നിങ്ങളുടെ ഈ ഒരു കമ്മ്യൂണിറ്റി കോട്ടയിലേക്കുള്ള ആപ്ലിക്കേഷൻ നൽകേണ്ടതാണ്. അപ്പോൾ കമ്മ്യൂണിറ്റി കോട്ട എന്ന് പറയുമ്പോൾ അതിൽ സാധാരണ സീറ്റ് തന്നെയാണ്. എന്നാൽ മാനേജ്മെൻറ്റ് സ്കൂളുകളിൽ മാത്രമാണ് ഈ സീറ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതിൽ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ഉണ്ടായിരിക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ആ ഒരു സീറ്റിൽ ഇഷ്ടപ്പെട്ട കോഴ്സാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.